നമ്മൾ സേഫ് ആണെന്ന് പറഞ്ഞാൽ അതായത് ഇപ്പൊ ചിലപ്പോൾ ആളെ പാമ്പ് പിടിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ കറണ്ട് ഉണ്ടാവും ഇതൊക്കെ നോക്കാം റോഡിലായിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്ന വെച്ചാൽ ആള് വീണത് ഹൃദയം നിന്ന് പോയത് കൊണ്ടാവാന്നുള്ള രീതിയിലാണ് വീണിരിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് പോകുന്നിട്ട് വീഴാം. ഇപ്പൊ വീണിരിക്കുന്നത് ഹൃദയം നിന്ന് പോയത് കൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ ഊഹിക്കുന്നത്. അല്ലെങ്കിലോ നമ്മളിപ്പോ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമത് ഹൃദയം നിന്ന് പോയതാണ് പറയും. സേഫ്റ്റി നമ്മൾ നോക്കി ആദ്യം നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കണം. ആളെ രക്ഷിക്കുന്നതിന് പിന്നെ നമ്മുടെ കാര്യം സേഫ് ആണെന്ന് നോക്കുക. ഇപ്പൊ സേഫ് ആണെന്ന് മനസ്സിലായി. സെക്കൻഡ് തിങ് നമ്മൾ ചെന്നിട്ട് പേഷ്യന്റിന്റെ റെസ്പോണ്ട് ഉണ്ടോ നോക്കണം. ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ട് പോകുന്നതിൽ അടക്കാണോ നമുക്കറിയാൻ പറ്റും. റെസ്പോൺസ് നോക്കണം. നമ്മൾ നല്ല ആദ്യ രീതിയിൽ ഫോഴ്സ് ചെയ്ത് വിളിച്ചിട്ട് പേരറിയുന്നതിലും ചേട്ടൊക്കെ അങ്ങനെ നല്ല ഫോഴ്സ് ചെയ്ത് ചെക്ക് ഫോർ റെസ്പോൺസ് നോക്കണം. പിന്നെ നമ്മൾ കോൾ ഫോർ ഹെൽപ്പ് വിളിക്കണം. ആൾ റെസ്പോണ്ട് ഇല്ല ആംബുലൻസ് വിളിക്കുക, 108 വിളിക്കുക. കാരണം നമ്മൾ ഈ കംപ്രഷൻ കൊടുത്തോണ്ട് കാര്യമില്ല. ഒരു ആംബുലൻസ് വരണം രോഗീനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് വെറുതെ കൊടുത്ത് ക്ഷീണിക്കാന്നേ ഉള്ളൂ. ആംബുലൻസ് വിളിക്കുക. ചുറ്റും ആരെങ്കിലും ഉണ്ടെങ്കിൽ ആംബുലൻസ് വിളിക്കാൻ പറയാം. ഇപ്പം മൂന്നാമത്തെ കാര്യം നമ്മൾ കോൾ ഫോർ ഹെൽപ്പ് വിളിച്ച് വേറെ ആരോടും വിളിക്കാൻ പറയാം. എന്നിട്ട് അടുത്ത് നമ്മൾ നോക്കിയിട്ട് പറഞ്ഞാൽ ആൾക്ക് ശ്വാസം ഉണ്ടോ നോക്കണം. അതിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ പൾസ് നോക്കണം. ഇവിടെ കരോട്ടിഡ് പൾസ് എന്ന് പറയും. അവിടെ പൾസേഷൻ ഉണ്ടോ. മെയിൻ രക്തക്കുഴലുണ്ട്. നമ്മൾ 3 വിരലും കൊണ്ട് നമ്മൾ സ്വയം ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. ഒരു സൈഡിൽ 10 സെക്കൻഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടും. കാര്യമായിട്ട് നോക്കണമെന്നേ ഉള്ളൂ. 2 വശത്തും ഉണ്ട്. 2 വശത്ത് ഒരു സമയത്ത് ചെയ്യരുത്. ഒരു സൈഡിൽ മാത്രം ജസ്റ്റ് ഒന്ന് കൈ വെച്ച് നോക്കുക. ഒരു ഇടുപ്പ് നമ്മൾ 1 മിനിറ്റിൽ 100 ഉദ്ദേശിക്കുന്നത്. മിനിമം 100, മാക്സിമം 120 തവണയെങ്കിലും നമ്മൾ കംപ്രഷൻ കൊടുക്കണം. ഇമ്മീഡിയറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കണക്കുണ്ടാവും. 1, 2, 3 ഒരു ഹെൽപ്പർ വരുന്നവരെയും നമ്മൾ ചെയ്യാൻ. ഒരാൾ സഹായിക്കാനുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഇത് ചെയ്തു തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം വരും. ക്ഷീണം വരുമ്പോൾ വേറൊരാളുണ്ടെങ്കിൽ അവരോടും കൂടെ മാറി മാറി ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ ഒരാൾ മാത്രമായിട്ട് ക്ഷീണം വരും. ഇത് നമ്മളൊരു ആംബുലൻസോ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ എത്തുന്നവരെ മെഡിക്കലി എന്തെങ്കിലും ചെയ്ത് തരുന്നവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നിർത്താണ്ട് ചെയ്യുക. വണ്ടി വെച്ചിട്ട് ഇപ്പം ആംബുലൻസിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഇങ്ങനെയാണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ഈ കംപ്രഷനാണ് ഹാർട്ട് പമ്പിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് നിർത്തുമ്പോൾ അതിനൊരു എക്സ്ട്രാ പുറമേ നിന്നുള്ളൊരു സ്റ്റിമുലസ് ഇല്ല. നമ്മളിപ്പോൾ ആംബുലൻസ് ഉണ്ടെങ്കിലും ഇപ്പോൾ കാറൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അപ്പം നമുക്ക് അതിനെന്തെങ്കിലും പോകുന്നുണ്ടോ? പറഞ്ഞ ആംബുലൻസ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്ഥലമുണ്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കാറാണെങ്കിൽ പറ്റുന്ന പോലെ ശ്രമിക്കുക. നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഹാർട്ട് നിന്ന് പോകാണ്ടിരിക്കണം. സർക്കുലേഷൻ എന്ന് പറയുന്നത് CPR ആണ്. പക്ഷെ നമുക്ക് ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ കംപ്രഷൻ മാത്രമാണ് നമ്മുടെ പ്രയോറിറ്റി. വേറൊരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൃത്രിമമായിട്ട് ശ്വാസം കൊടുക്കാം. അതിന്റെ കണക്കെന്ന് പറയുമ്പോൾ നമ്മൾ 30 വട്ടം നമ്മൾ കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ 2 കൃത്രിമ ശ്വാസം കൊടുക്കാം. നമുക്കറിയില്ലല്ലോ ചുറ്റുമുള്ളവർക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവാം എന്നുള്ളതൊന്നും അറിയില്ല. അത് നമ്മൾ അത്ര പ്രോത്സാഹിപ്പിക്കാറില്ല. അത് മെയിനായിട്ട് പമ്പിങ് നോക്കിയാൽ മതി. കൃത്യമായിട്ട് ശ്വാസം കൊടുക്കേണ്ട